ഏവർക്കും ആദി നന്ദുസ്ഥാനിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് സോയാബീനും പൂരിയുമായിരുന്നു. അപ്പോൾ സോയാബീൻ ഉണ്ടാക്കുന്ന രീതിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സവാള, തക്കാളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വഴറ്റുക. നല്ലതുപോലെ വഴറ്റിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം നമുക്കതിനെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം സോയാബീനും കൂടി ഇട്ട് കുറച്ച് കറി ലീഫും കൂടി ഇട്ട് അടച്ചു വെക്കുക. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സോയാബീൻ കറി തയ്യാർ. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾ പൂരിയാണ് ഉണ്ടാക്കി. അങ്ങനെ പൂരിയും സോയാബീനും ആയിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോയാബീൻ ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. എല്ലാവരും